ഞാപ്പോ അതിന്റെ വിറകെടുക്കലൊക്കെ കഴിഞ്ഞാ ഇജ്ജ് വിറകെടുക്കണ നോക്കിയായിരുന്നു. അല്ല ഞാപ്പോ ഇങ്ങോട്ട് അജ്ജോടുക്ക അങ്ങോട്ട് പോണ് അതൊക്കെ പെറുക്കി കൊണ്ടുപോയല്ലേ. ഇപ്പൊ ഞങ്ങൾക്ക് പാകം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് ചോദിക്കൊന്നുമില്ല. ഒരു ഓല ചോദിച്ചു ഉമ്മ. അപ്പൊ തന്നെ എന്റെ അമ്മ പറയാ നാളല്ലേ കൊണ്ടുപോയിരുന്നത്, എപ്പോഴും കൊണ്ടുവരാൻ തങ്ങളോട് വെറുതെ സംഭവം കണ്ട പറമ്പത്ത് ഓല മണ്ണൊക്കെ ഇജ്ജന്നല്ലേ കൊണ്ടുപോണ്. വർഷക്കാലത്ത് ഞങ്ങൾക്ക് വെറുകാരം ചെയ്യുന്നു ഒക്കെ നനഞ്ഞപ്പോ അമ്മ പറഞ്ഞതാണ് ഒരു ഓല എന്റെ കൂടെ ബാബാന്റെ കൂടെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് നിങ്ങളെ ഡിമാൻഡ് എന്തേന്ന് ഒരു ഓല കൂടി നനഞ്ഞില്ല. അതൊക്കെ പോട്ടെ, എനിക്ക് അത്യാവശ്യം വറ കിട്ടിയില്ലേ? ഇതെന്താ ഇത് വേനൽക്കാലത്ത് കുഴപ്പമില്ല, വർഷക്കാലത്ത് ചോദിച്ചപ്പോ എന്തേന്ന് എന്റെ പെരക്കാരടി അതവിടെ വേണ്ട. ചോദിക്കുമ്പോഴൊക്കെ വറക് എടുത്തരാൻ വേണ്ടേ? 4 പ്രാവശ്യം ഞങ്ങൾ വന്ന് മേടിച്ചു. ബാക്കിയോ തരങ്ങ് തന്നാ മതി. ഞങ്ങൾ ഇങ്ങനെ വസലാക്കൊന്നും വേണ്ട, ഞങ്ങള് മണക്കാരൊക്കെ ആവൂട്ടാ. അതൊക്കെ പോട്ടെ കുഞ്ഞാപ്പോ. പിന്നെ ആ ജാനു ചേച്ചി എന്തിനാ എന്റെ പിന്നാലെ ഓടിയിരുന്നു? ജാനു ചേച്ചി പിന്നാലെ ഓടിച്ച് കണ്ട? ആ ജാനു ചേച്ചി വല്ലാത്ത സാധനാട്ടാ. ഞാൻ ജാനു ചേച്ചിന്റെ കൂടെ പോയതാണ്. ഞാന് സാന്തമ്മയുടെ പോയപ്പോ വേലക്ക് പോയിന്ന് സാന്തമ്മയുടെ. അപ്പൊ സാന്തമ്മ ഈലേവിയൊക്കെ മേടിച്ചു ഞാൻ പോയി കൊണ്ടേക്ക് ഉമ്മാക്കും കൊടുത്തപ്പോ ഈലേവി തിന്നു പറഞ്ഞു. അതേറ്റ് വരുമ്പോ ഞാന് നമ്മളെ ജാനു ചേച്ചി പാവല്ലേ കാലോണ്ട് ചെയ്യാതിരിക്കുന്നു. അപ്പൊ ഞാന് കാണാൻ പോയതാണ്. അപ്പൊ ഉണ്ട് ഓരോരോ വായക്കന്മാരെ നിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇതൊക്കെ വലിയ വായക്കാളോ, എന്ത് വലിയ വായക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഉണ്ടാതിരിക്കടാ, അത് പോപ്പീന് വെക്കാനുള്ളതാണ്, എന്റെ മോളോടൊപ്പം ഉണ്ടാവാനുള്ളതാണ്. ഞാൻ തിരിഞ്ഞപ്പോ വായക്കോലാണ് വീണ്. ഇജ്ജി പറഞ്ഞ മാതിരി എന്നെ ജാനേച്ചി വൃത്തം കെട്ടാനെ ഇജ്ജി എന്ത് പിരാക്കടാ പിരാഗിക്കണെന്ന് പറഞ്ഞു. അപ്പൊ ജാനേച്ചിന്റെ മൂത്ത മോളുണ്ട് ലക്ഷ്മി അറിയാം. അമ്മേ ആ കുഞ്ഞാപ്പൂനെ വിടരുത്, കുഞ്ഞാപ്പൂന്റെ കാലിന്റെ അടിയത്തെ മണ്ണെടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് കാലോണ്ട് വയ്യാത്ത ജാനേച്ചി എന്റെ പിന്നാലെ ഓടിക്കുന്നു. ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാൻ ഓടി. അപ്പൊ ലക്ഷ്മി ചേച്ചി ലക്ഷ്മില്ലേ മോള് ഇന്നും പിടിക്കാൻ വന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് ഓടി കഴിച്ചലായി. ഞാൻ പിരാഗിതാന്ന് പറഞ്ഞു. കാലിന്റെ സൂക്കേട് മാറിയല്ലോ. അപ്പൊ ഒരു കാലിന്റെ അസുഖം അവിടെ പോയില്ലേ. ഇന്ന് പിന്നാലെ നിക്കടാവിടെ കുറ്റം കട്ടതേ പിരാഗി എന്ന് പറഞ്ഞു എന്റെ പിന്നാലെ വന്നു. മണ്ണെടുക്കാൻ വേണ്ടി ഓടിയതാവും. കാലിന്റെ അടുത്ത മണ്ണെടുക്കാൻ തരും ഞാൻ പിരാഗി തട്ടുന്നു. അതേമാതിരി നാളെ ആശാത്തിയും പറഞ്ഞു ഓരോടെ കോഴിക്കളൊക്കെ ഉണ്ട് ഇട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ടമാനം കോഴിക്കളുണ്ടല്ലോ. പിന്നെ വൈകുന്നേരം അതിന് കുറുക്കാൻ പിടിച്ചത്ര. അപ്പൊ ഞാൻ പിരാഗിട്ടാണ് കുറുക്കനൊക്കെ പിടിക്കുന്നില്ലേ. നല്ലത് പറഞ്ഞാ മതി, പിരാക്കായി മാറും. അതെ ഞാനും പറയണ്ടേ, ഞാൻ നല്ലത് പറഞ്ഞാലും പിരാക്കാവൂ. പറയല്ലേ അതിനൊക്കെ നശിച്ചു പോട്ടെ അറിഞ്ഞാ മതി, അവന് കുഴപ്പമില്ല. പറഞ്ഞിക്കണ് എന്റെ അമ്മ പറഞ്ഞിക്കണ് നമ്മളെ ആരെയും നശിച്ചു പോന്ന് പറയരുത്. അപ്പൊ പിരാക്കാവൂല. നല്ലത് പറഞ്ഞു നമ്മള് ഓരോ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതാവും നമ്മളൊക്കെ നശിക്കും അത്രേ. അപ്പൊ ഉമ്മ പറഞ്ഞ ആരും വായ നശിച്ചു പോകാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. വലിയൊരു വായക്കോലുണ്ടെന്നല്ലേ അതാണ് തന്നെ പറയും ചെയ്യൂട്ടാ. അങ്ങനെ പറയരുതെന്ന് ഉമ്മ മറ്റവരെ പറ്റി പറയും ചെയ്യും. എന്താ ഒരു അഹങ്കാരം, പിടിക്കാൻ പാകം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വലിയ പണക്കാരത്തിയായി. മറ്റേ ഇവളില്ലേ ഖദീജക്കൊന്നും ഒരു പാകം ഉണ്ടായിരുന്നില്ലല്ലോ. അവിടെ വന്നിട്ട് ഇന്റെ ഞങ്ങളെ പെരണ്ടാകുമ്പോ അന്ന് കൊയ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ കണ്ടിട്ടില്ല, അമ്മ പറയുന്നു. അപ്പൊ ഖദീജാന്റെ അമ്മ വരും അത്ര അവിടെ ദീപാത്താന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഉമ്മാന്റെ എന്റെ വല്യമാനെ കാണാതെ എടുത്തു കൊടുക്കും അത്ര നെല്ലൊക്കെ. അങ്ങനത്തെ ആൾക്കാരായിരുന്നു. ഇപ്പൊ ഓള് ഖദീജ ഇവരൊക്കെ വലിയ പണക്കാരത്തികളായപ്പോ ഓരോ കുടുംബക്കാരൊക്കെ തെറ്റിയായിരുന്നു. കാരണം ഖദീജാന്റെ താഴെ 2-3 പെൺകുട്ടികളുണ്ടല്ലോ. അപ്പൊ ഇവരൊക്കെ നോക്കണ്ടേ വെച്ചിട്ട് കുടുംബക്കാരൊന്നും അടുപ്പിച്ചിരുന്നില്ല. ഇപ്പൊ ഖദീജന്റെ മാപ്പിള ഗൾഫിലാണ്, ഖദീജക്ക് കുഴപ്പമൊന്നുമില്ല, വലിയ പണക്കാരത്തികളൊക്കെ ആയപ്പോൾ ഇപ്പൊ ഇവര് ഞങ്ങളോട് വരില്ല, മുണ്ടില്ല. എന്നോട് പറയാന് ഇപ്പൊ എന്താണ് ഈ തെറ്റി നടന്ന ആൾക്കാരൊക്കെ ഒന്നായി. ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നും വരില്ല. ഇപ്പൊ പണക്കാരന്നെ ഒന്നാവുള്ളൂ. എന്നിട്ട് ഖദീജ മോനെ ഓരോരോ പണിക്കാരൻ ചെക്കൻ ഞങ്ങള് ആ ചെക്കനക്ക് എന്തൊക്കെ കൊടുക്കുകയോ ചെയ്തു. നമുക്ക് തന്നില്ല. എന്താ ഖദീജ എങ്ങനെയല്ലേ? ചിലവര് അങ്ങനെയാണ് കുഞ്ഞാപ്പ നോക്കണ്ട. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ.
അപ്പൊ അമ്മ പറയാണ് മോനെ കുഞ്ഞാപ്പോ നമ്മള് വിചാരിച്ച മാതിരി ആൾക്കാര് എന്നിട്ട് ഇമ്മ പറയും കുറ്റം പറയാൻ പാടില്ല അല്ലാതെ ശിക്ഷ കിട്ടും ചെയ്യും തരൂ എന്നിട്ട് ഇമ്മ ഇതൊക്കെ എന്നോട് പറഞ്ഞു അതൊരു കുറ്റല്ലേ എന്നിട്ട് ഇമ്മ പറഞ്ഞ ആരും പിരാകണ്ട കുഞ്ഞാപ്പോ എന്നിട്ട് ആരാ പറഞ്ഞു ഇന്നെ മറ്റേ നിസ്കാരം നിസ്കരിക്കണം അങ്ങനെ പറഞ്ഞു അത് ആരാണ് ആവട്ടെ സൈനാത്ത പറഞ്ഞത് അത് നോക്കണ്ട അറിവില്ലായ്മ കാരണം പറഞ്ഞല്ലേ. എന്നിട്ട് എന്താ അങ്ങനൊക്കെ പോണ് പോവാ ചോടക്കാടി വീട്ടിക്ക് പോവാണ് സുഖം തന്നെ ഇങ്ങനെ പോണ്. പിടിച്ചപ്പോ അമ്പ അവസാനമായതാണ്. ആയിക്കോട്ടെ എന്നാ കുഞ്ഞാപ്പോ പിന്നെ പോവാ. ഞാൻ പോകട്ടാ. പോയിക്കോ.